ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാൽ സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമിച്ചയുടെ അച്ഛൻ്റെ പിറന്നാൾ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ആ സന്തോഷത്തിൽ കേക്കൊക്കെ കൊണ്ടുവരുവാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കേട്ടോ. എല്ലാവർക്കും കൊടുക്കുകയാണ്. ഇതിൽ പലരെയും തലേദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും അവിടെ ആഘോഷിച്ചതുമാണ്. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നുണ്ട്, ഭൂമിജ ഇന്നലെ കഴിഞ്ഞതല്ലേ, ഇതൊക്കെ ഞങ്ങൾ കഴിച്ചതല്ലേ, ഇത് ഇനി ഇവിടെ പലരും കഴിക്കാനുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ CI സാറിൻ്റെ അകത്തേക്ക് കയറി ചെന്ന് കാണുക കേട്ടോ. അയാളാണെങ്കിൽ എന്തോ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഒരു ആരോഗ്യമന്ത്രിയുടെ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യം അത് ഇതുവരെയായിട്ടും തെളിയിക്കാനും പറ്റിയിട്ടില്ല. ആ ടെൻഷനിൽ ഇരിക്കുമ്പോഴാണ് ഭൂമിജ കയറി സാർ എന്ന് വിളിക്കുന്നത് കേട്ടോ. 2 പ്രാവശ്യവും മിണ്ടുന്നില്ല. 3ാമത്തെ തവണ പറഞ്ഞോ എന്തേലും ഉണ്ടെങ്കിൽ. അപ്പോൾ ഭൂമിജ പറയാം, എൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ്, കേക്ക് കൊണ്ടുവന്നതാ, അവിടെ എങ്ങാനും വെച്ചിട്ട് പൊക്കോ എന്നും പറയാം. അപ്പോഴത്തേക്ക് ഭൂമിജയ്ക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. എന്നാലും പിറന്നാൾ ആശംസകൾ പോലും ഒന്നും പറഞ്ഞില്ലല്ലോ അച്ഛന് വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്നാണ് ഭൂമിജ ചോദിക്കുകയാണ്, സാറ് ഈ കേക്ക് നിരസിച്ചില്ല, എടുക്കുമല്ലോ അല്ലേ? അത് ഞാൻ ആലോചിച്ചോളാം. അല്ല എന്നാലും നീ എന്തിനാ അവിടെ നിൽക്കുന്നത്, പൊക്കൂടെ എന്ന് വീണ്ടും അജയ് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഭൂമിജ പറയാണ്, അല്ല ഒരു പിറന്നാൾ ആശംസകൾ ഞാൻ പ്രതീക്ഷിച്ചു അച്ഛന് വേണ്ടിയിട്ട്. പിന്നെ നിൻ്റെ അച്ഛൻ, എടി നീയേ ഇത്രയ്ക്കൊരു ഫ്രോഡ്. അപ്പോൾ പിന്നെ നിൻ്റെ അച്ഛൻ്റെ കാര്യം പറയാനുണ്ടോ? ഭൂലോക ഫ്രോഡായിരിക്കും. അച്ഛൻ്റെ ആശംസകൾ പറയാൻ വന്നിരിക്കുന്നു, ഒന്ന് പോടി ഇറങ്ങി എന്ന് പറയുമ്പോഴത്തേക്കും ഭൂമിജയ്ക്ക് സങ്കടം വരുവാട്ടോ. ഭൂമിജ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് കരയുക. സാധാരണ അജയ് എന്തേലും പറഞ്ഞ് എൻ്റെ 10 തിരിച്ച് പറയുന്ന ആൾ ഇത്തവണ തകർന്നു പോയി, മാറി നിന്നും കരഞ്ഞു പോയി കേട്ടോ. അത് കാണുമ്പോൾ അജയ് ആകെ വല്ലാണ്ടായി. പെട്ടെന്ന് തന്നെ അയാൾ എണീറ്റ്, അയ്യോ താൻ എന്താ നെർവസ് ആയത്? ഞാൻ സാധാരണ തന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ താൻ എന്നെ 10 ഇരട്ടിയുടെ എന്നെ തിരിച്ച് ഫയർ ചെയ്യാറില്ലേ, അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. ഫയർ ചെയ്യുന്നു ഞാൻ വിചാരിച്ചു, പക്ഷേ താൻ വല്ലാത്ത ഇമോഷണലായി പോയല്ലോ. അച്ഛൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടായിരിക്കുമല്ലേ, അച്ഛനുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അത്രയ്ക്കായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഭൂമിജ പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട് പറയാം, ചിരിക്കുന്ന മുഖങ്ങളിലെല്ലാം സന്തോഷമാണെന്ന് വിചാരിക്കാൻ പറ്റുമോ സാർ? ഉള്ളിൽ എന്താണെന്ന് അവർക്കല്ലേ അറിയൂ എന്നിങ്ങനെ പറയുമ്പോൾ അജയനും ഉണ്ടല്ലോ ഉള്ളിലൊരു വല്ലാത്ത വേദന. അപ്പോൾ അജയനൊന്നും മിണ്ടാതിരിക്കുക. തനിക്ക് എന്താ വിഷമമെന്ന് ചോദിക്കാം. ഒന്നുമില്ല, എന്തായാലും അതൊക്കെ ഞാൻ ഈ അടുത്ത കാലത്താണ് തിരിച്ചറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമിജ അങ്ങ് ഇറങ്ങി പോകട്ടോ. പക്ഷേ അജയന് അതിനുശേഷം ഒരു വല്ലാത്തൊരു ഇതായിപ്പോയി കേട്ടോ. എന്തോ വിഷമം ഉള്ളിലുണ്ട് ആ കുട്ടിക്ക്, എന്നിട്ടും ഞാനിങ്ങനെ പറഞ്ഞല്ലോ എന്ന്. അപ്പോൾ ഭൂമിജയെ തിരിച്ച്, അച്ഛന് എൻ്റെ പിറന്നാൾ ആശംസകൾ പറഞ്ഞേക്ക് കേട്ടോ. അതും കൂടെ കേൾക്കുമ്പോൾ ഭൂമിജ പോവാട്ടോ. ഭൂമിജ അവിടെ നിന്ന് നേരെ പോകുന്നത് ബാങ്കിലേക്കാണ്. അപ്പുറത്തെ കോഫി ഷോപ്പ് തുടങ്ങുമ്പോൾ തന്നെ ബാങ്കിൽ നിന്ന് 8 ലക്ഷം രൂപയോളം ലോൺ എടുത്തിട്ടാണ് അത് തുടങ്ങിയിരിക്കുന്നത്. അത് അടഞ്ഞിട്ട് തീർന്നിട്ടില്ല, അടഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് 14-12 ലക്ഷം രൂപയോളം വരുമെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. അതിന് എവിടെ പോവും? അതിന് വേണ്ടിയിട്ട് ഒന്ന് ബാങ്കിൽ പോയി ചോദിക്കാമെന്നും പറഞ്ഞ് മാനേജറെ കാണാൻ വേണ്ടി പോവാട്ടോ. പക്ഷേ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഭൂമിജ എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല, ഓൾറെഡി എടുത്തിട്ടുള്ള ലോണ് പോലും അടഞ്ഞ് തീർന്നിട്ടില്ല. പിന്നെ ഇനി പുതിയത് തരണമെങ്കിൽ ഒന്ന് ഈട് വയ്ക്കാൻ എന്തെങ്കിലും വേണം, വസ്തുക്കളോ ആഭരണങ്ങളോ അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ ഒന്നുമില്ല സാറേ, ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പിന്നെ ആഭരണങ്ങളെന്ന് പറയാൻ പേരിന് പോലും ഒന്നുമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇതും നിസ്സാര തുകയല്ല, ഇത്രയും വലിയ തുകയാണ്. അച്ഛനെയും കൊണ്ട് ആശുപത്രിയിൽ പോയപ്പോൾ ക്യാൻസറാണെന്നാണ് പറഞ്ഞത്. 14 ലക്ഷം രൂപ എനിക്ക് വേണം എങ്ങനെയെങ്കിലും എന്ന് പറയുമ്പോൾ അയാൾ പറയാം, എന്നെക്കൊണ്ട് നിവർത്തിയില്ല. അപ്പോൾ ഭൂമിജ പറയാണ്, ഞാനൊരു കാര്യം ചെയ്യാം, വേറെ ഏതെങ്കിലും വഴി മാർഗം നോക്കാമെന്ന് പറയും. ഭൂമിജ അവിടെ നിന്ന് കരഞ്ഞിട്ട് എണീക്കുക കേട്ടോ. പക്ഷേ മാനേജർക്ക് വിഷമമാണ്. അപ്പോൾ അയാൾ പറയാണ്, ഒരു കാര്യം ചെയ്യും, ഞാൻ എന്തായാലും ഹെഡ് ഓഫീസോടൊന്ന് സംസാരിക്കട്ടെ, എന്തെങ്കിലും ഇളവ് ചെയ്യാൻ പറ്റുമോ എന്ന്, അല്ലെങ്കിൽ ഇതിൽ തന്നെ പൈസ കൂട്ടിയെടുക്കാൻ പറ്റുമോ എന്ന്, എന്നിട്ട് ഞാൻ ഭൂമിജനെ അറിയിക്കാം. അത് കേൾക്കുമ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ അവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഭവാനി ഉണ്ടല്ലോ, ഭവാനിയാണെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിലോ ഏതോ ഒരു ഷോപ്പിൽ കയറി അത്ര പോലത്തെ സാധനങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ മണവും നോക്കിയും ഒക്കെ ഇരിക്കുകയാണ്. ആ സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത ഒരു മെഡിക്കൽ സ്റ്റോറിൽ നമ്മുടെ അച്യുതൻ വരുന്നുണ്ട് കേട്ടോ, ഭൂമിജയുടെ അച്ഛൻ. അവിടെ വന്ന് ജസ്റ്റ് അവിടേക്ക് ഒന്ന് നോക്കി എന്തിനോ വന്നതാണ്. വന്നിട്ട് അതുവഴി തിരിഞ്ഞിങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അവിടുത്തെ ഗ്ലാസ്സിൽ കൂടെ ഈ അച്യുതനെ ഭവാനി കാണുകയാണ്. അയ്യോ ഇത് അച്യുതനല്ലേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്യുതൻ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞു. അപ്പോഴാണ് പെട്ടെന്ന് ഒരാളിനെ കണ്ട് അച്യുതൻ നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ. സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ ഭവാനി നേരെ കാണുന്നത്. അപ്പോൾ ശരിക്കും അച്യുതൻ തന്നെയാണെന്ന് മനസ്സിലാവുകയാണ്. അച്യുതൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കണമെന്ന് ഭവാനിയെ കാണുക. അതോടുകൂടി അയാളാകെ വല്ലാതായിപ്പോയി കേട്ടോ. ഭവാനി അയാളോടൊന്ന് മിണ്ടാൻ ശ്രമിക്കുന്നുണ്ട്, ദൂരെ നിന്ന് ആക്ഷൻ കാണിക്കാനൊക്കെ. അയാളാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി ഒളിക്കുകയാണ് കേട്ടോ. ഭവാനിക്ക് സംശയം, ഇയാളെന്തിനാണ് എന്നെ കാണുമ്പോൾ ഓടുന്നത്? എന്തായാലും എന്തോ സംതിങ് റോങ് ആണല്ലോ, ഒന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം നടന്നു പോകണം കേട്ടോ.
അവിടുന്ന് അച്യുതൻ ഓടി ഏതോ ഒരു കടയുടെ മറവിലേക്ക് ഒളിച്ച് നിൽക്കുകയാണ്. അങ്ങനെ കാണാൻ പറ്റിയില്ല. അവർ നിന്ന സ്ഥലത്തേക്ക് കാറ് കിടന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ഒരു അംബാസഡർ കാർ അവിടെ കിടക്കുക കേട്ടോ. അത് നമ്മുടെ അച്യുതൻ്റെ ആണെന്ന് അവർക്കറിയാം. കാരണം പണ്ട് മുതലേ ടാക്സി ഡ്രൈവർ ആയിരുന്നല്ലോ നമ്മുടെ അച്യുതൻ. ഈ വണ്ടി ആയിരുന്നല്ലോ ഓടിക്കുന്നത്. അതിൻ്റെ നമ്പറും ഒക്കെ നോക്കുമ്പോൾ ഇത് അച്യുതൻ തന്നെ ഉറപ്പ്. ഇനി വണ്ടിക്കകത്ത് ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി നേരെ വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലാണ്. അതിനകത്ത് ആരുമില്ല, പരിസരത്തും ആരുമില്ല. ഇയാളിത് എങ്ങോട്ട് പോയി? എന്തായാലും ഇയാൾ ഓടിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തോ കുഴപ്പമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ എടുത്ത് അതിലേക്ക് എഴുതാണ്. നാളെ 11 മണിക്ക് എനിക്ക് നിങ്ങളെ കാണണം, ഇന്ന സ്ഥലത്ത് വരണമെന്നൊക്കെ പറഞ്ഞ ഒരു പേപ്പർ ഫ്രണ്ട് ഗ്ലാസിൻ്റെ വൈപ്പറിൻ്റെ ഇടയിലേക്ക് ചുരുട്ടി വയ്ക്കാൻ കേട്ടോ. അത് ദൂരെ നിന്ന് അച്യുതൻ ഇതെല്ലാം കാണുന്നുണ്ട്. എന്നിട്ട് അവർ പോവാണ്. അച്യുതൻ ആകെ ടെൻഷനായിട്ടോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സൗഭാഗ്യവൃത്താണെങ്കിലേ ആൽഫ്രഡ് വന്നിട്ടുണ്ട്. അജയൻ്റെ ഫ്രണ്ടാ വക്കീൽ. കാരണം ഏതോ ഒരു കേസ് ജയിച്ചതിൽ പോലീസ് സ്റ്റേഷനിൽ പോയി എല്ലാവർക്കും ലഡ്ഡു ഒക്കെ കൊടുത്തല്ലോ, അതുപോലെ ഇവിടെയും കൊണ്ടുവന്ന് കൊടുക്കാനായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് സംഗീതയായിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട് അമ്മ. കാരണം അജയന് വേണ്ടിയിട്ട് അഞ്ജനയെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യമേ സത്യനെ കൊണ്ട് പറയിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ, അതെന്തായി? അവന് താല്പര്യപ്പെടുമോ? അവ സമ്മതിക്കുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പുള്ളിക്കാരൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും നല്ല കാര്യമായി. കാരണം അജയൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണല്ലോ. ഇവൻ പറഞ്ഞാൽ എന്തായാലും കേൾക്കും. അതുകൊണ്ട് ഇവനെ നമുക്ക് സോപ്പിടണം എന്നും പറഞ്ഞ് ആൽഫ്രഡിന് ഇഷ്ടമുള്ള കുറച്ച് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാട്ടോ ഉണ്ടാക്കി കൊടുന്ന് ഭയങ്കര ആസ്വദിച്ച് കഴിക്കുകയാണ്. ഇതുപോലൊരു ഇത്രയും രുചിയുള്ള ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, എന്നാൽ ഒരുപാട് നാളായി കഴിച്ചിട്ട് എന്നും പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് സൗദാമിനി ഈ ഒരു സൗഭാഗ്യ അങ്ങോട്ട് ചോദിക്കുകയാണ്. അതെ എടാ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. എന്താ? അമ്മ പറഞ്ഞു. അതല്ലെന്നേ, നമ്മുടെ അജയൻ ഇവിടെ അഞ്ജനയെ കൊണ്ട് കെട്ടിക്കുന്ന കാര്യം അത് ഞാൻ അറിഞ്ഞല്ലോ. നീ അതൊക്കെ അറിഞ്ഞല്ലേ? നീ ഒന്ന് സമ്മതിപ്പിച്ചെടുത്തേക്കണം. അയ്യോ, ഞാൻ അവനോട് പറയില്ല. അതെന്താടാ? ഇല്ല, എനിക്കത് പറ്റില്ല. അത് ശരി, അങ്ങനെയാണോ? എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കണം, മുഴുവനും കഴിച്ചിട്ട് നീ പോയാൽ മതി. അയ്യോ, ഇത്രയൊന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. അത് പറഞ്ഞാൽ പറ്റത്തില്ല, നിന്നെ കഴിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നും കൊണ്ട് ചിക്കനും അവിടെ ഇരുന്ന എല്ലാ സാധനങ്ങളും വാരി തീറ്റിക്കുക കേട്ടോ. വയറെന്ന് പറഞ്ഞ് പൊട്ടിയിട്ടുണ്ട് ആൾക്കാരുടെ. അപ്പോൾ പറയാം, നീ അവനെ കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കാമെന്ന് പറ, എന്നാലേ നിന്നെ വിടുകയുള്ളൂ എന്ന് പറയും. അവസാനം ഞാൻ സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടുക കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകിട്ടാകുമ്പോഴത്തേക്കിനും ഭൂമിച്ച ചായയും കൊണ്ട് വരിക സ്റ്റേഷനിൽ എല്ലാവർക്കും കൊടുക്കാനായിട്ട്. ആ സമയത്ത് അതിനകത്ത് സർക്കിളും പോലീസും SIയും കൂടി ഇരുന്ന് ഭയങ്കര ചർച്ചയിലാട്ടോ. അജയും പിന്നെ എൻ്റെ കൂടെ വേറൊരാളൂടെ ഉണ്ടായിരുന്നു, 2 പേരും കൂടെ. കാര്യം എന്ന് വെച്ചാൽ ഈ ആരോഗ്യമന്ത്രിയുടെ മകൻ ജിജോ മരിച്ചിട്ട് കുറച്ചായിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഒരു തൂങ്ങി മരണമാണ്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്നൊന്നും ഇവർക്ക് കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആത്മഹത്യയാണോ കൊലപാതകമാണോ? അങ്ങനെ ഈ ഫയൽ ഇനി ക്ലോസ് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോകേണ്ട, ആത്മഹത്യയായിട്ട് നമുക്ക് തീർപ്പ് വരുത്താം എന്ന് പറഞ്ഞിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ചായയായിട്ട് ഭൂമിജ വരുന്നത് കേട്ടോ. ഭൂമിജ ഇതൊക്കെ പുറത്തുനിന്ന് കേട്ടിട്ട് അകത്ത് കയറി ചായയൊക്കെ കൊടുത്തിട്ട്, സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ നിനക്ക് പറയേണ്ടത്? നീ അങ്ങോട്ട് പോയേ എന്നൊക്കെ പറഞ്ഞ് അജയ് വഴക്ക് പറയണമെന്തെങ്കിലും. അല്ല സാറ് സംസാരിച്ചാൽ ഞാൻ കേട്ടു, ജിജോയുടെ കൊലപാതകത്തിൻ്റെ കാര്യമില്ലേ, ഞാനും അതിനു വേണ്ടി ആർഗ്യൂ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ. അതായത് പറഞ്ഞോ. പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങളങ്ങോട്ട് എണീറ്റ് കൊടുക്കുക, അവളിവിടെ ഇരിക്കട്ടെ. പിന്നെ കേസ് തെളിയിക്കാൻ വന്നിരിക്കുന്നു, ഭയങ്കര ബുദ്ധിമതി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ അജയ്. എന്നാലും ഭൂമിജ പറഞ്ഞിട്ട് സാർ ഞാൻ സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കണം. എന്നാ നീ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി പറയാനുണ്ട്, ഒരു പക്ഷേ ആരെങ്കിലും കൊന്നതാവാം എന്നുള്ളതല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇയാൾക്ക് മേളിൽ കയറി വേണമെങ്കിൽ തൂങ്ങി മരിക്കാം, ആത്മഹത്യ ചെയ്യാം. അത് എങ്ങനെയെന്ന് വെച്ചാൽ 2-3 ഐസ് കട്ടകൾ കൊണ്ട് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് കയറി നിന്ന് തൂങ്ങിയാലും മതിയല്ലോ. ഈ ഐസ് കട്ട അലിയുമ്പോഴത്തേക്കിനും ഓട്ടോമാറ്റിക്കലി അതങ്ങ് മരണത്തിലേക്ക് എത്തും, തൂങ്ങി മരണമാവും. പിന്നെ ഭയങ്കര ബുദ്ധിയായി പോയല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഭൂമിജ പറയാണ്, കളിയാക്കണ്ട, ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാമെന്നേ ഞാൻ പറഞ്ഞോളൂ, അല്ലാതെ നീ ഒന്ന് ഇറങ്ങി പോയേന്ന് പറഞ്ഞ് കളിയാക്കട്ടോ. അങ്ങനെ ഭൂമിജ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പക്ഷേ അജയ് അതിങ്ങനെ ഏറ്റെടുക്കാട്ടോ. അകത്തിരുന്നെങ്കിലും മനസ്സിലാലോചിക്കണം, ആൾ കൊള്ളാവല്ലോ, അവൾ പറഞ്ഞതൊരു ഉഗ്രൻ ഐഡിയ ആണ്. എന്തായാലും ഈ ഫയൽ ഞാൻ ക്ലോസ് ചെയ്യുന്നില്ല, ഈ കേസ് മുന്നോട്ട് തന്നെ പോട്ടെ എന്നിങ്ങനെ തീരുമാനിക്കുക കേട്ടോ. എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്